ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഉടൻ. ചർച്ചയ്ക്ക് മുന്നോടിയായി ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. സംയുക്ത സൈനിക മേധാവി പ്രധാനമന്ത്രിയെ കണ്ടു. MJ മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ നിന്ന് ഇനി പിന്മാറാനുള്ള സാധ്യതയില്ല ഇരുകക്ഷികളും എന്ന് തന്നെ സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? ധാരണ പാകിസ്ഥാൻ പാലിച്ചു ഇന്നലെ എന്നുള്ള വിലയിരുത്തൽ ഈ സമയത്തുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നയതന്ത്ര നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ഇന്ത്യ കരുതുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് DGMO തല ചർച്ച നടക്കുന്നത് അല്ലേ? അപർണ, തീർച്ചയായും. അതായത് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. നിലവിൽ 12 മണിക്കാണ് ഈ യോഗം ചേരുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ DGMO പങ്കെടുക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ നയതന്ത്ര നടപടികളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിരോധ നടപടികളിൽ നിന്നോ ഇന്ത്യ പിന്നോട്ട് പോയില്ല. പക്ഷേ ഇതിനു മുന്നോടിയായാണ് ഇപ്പോൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. പ്രധാനമന്ത്രിയെ സംയുക്ത സേനാ മേധാവി കണ്ടു. അതിനു മുമ്പ് അജിത് ഡോവൽ കണ്ടു. പ്രതിരോധ മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൃത്യമായി നിലപാട്, തങ്ങളുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് കൃത്യമായി ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കണം. അതിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്ന എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു വെടിനിർത്തലുണ്ട്. അതൊരു സമ്പൂർണ്ണ വെടിനിർത്തൽ കരാറിലേക്ക് പോകണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നിരന്തരം ഇത്തരത്തിൽ പ്രകോപനമുണ്ടായാൽ ആ രീതിയിൽ ഇതുവരെ ചെയ്ത രീതിയിലായിരിക്കില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുക. കനത്ത പ്രഹരം പാകിസ്ഥാൻ മേലെ ഏൽപ്പിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, സജ്ജമാണ്. സൈന്യം 3 സേനാ വിഭാഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അതിർത്തിയിലൊക്കെ തന്നെ സമാധാനം പുലർന്നു എങ്കിൽ പോലും തന്നെ നിലവിൽ ഈ വെടിനിർത്തലിന്റെ ഭാഗമായി മറ്റൊരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിർത്തിയിലൊക്കെ തന്നെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പൂഞ്ചില് അടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളിൽ തിരികെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള ജനങ്ങൾ ഉടനടി പോകില്ല എന്ന കേന്ദ്ര വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ ഷെല്ലാക്രമണം നടന്നതിന്റെ കേടുപാടുകളുണ്ട്, നിരവധി വീടുകൾ തകർന്നതായിട്ടുണ്ട്. ഇതൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇവിടേക്ക് മാറ്റിയാൽ മതിയെന്നാണ്. ഒപ്പം തന്നെ പാകിസ്ഥാനാണ്, കാരണം മുൻകാലങ്ങളിലൊക്കെ ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമ്മൾ വിശ്വസിച്ചിട്ടില്ല എങ്കിലും അത് വിശ്വസിച്ച് മുന്നോട്ട് പോയെങ്കിൽ പോലും തന്നെ തക്കതായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം മെനിഞ്ഞാന്ന് ഇത്തരത്തിൽ വെടിനിർത്തൽ 5 മണിക്ക് ഉണ്ടാകുന്നു. അതിനുശേഷം 8 മണിയോടുകൂടി പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും വെടിനിർത്തൽ നിലനിൽക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 2.5 മണിക്കൂറോളം ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സേനാ വിന്യാസവും പ്രതിരോധ നടപടികളും ഇന്ത്യ തുടർന്നേക്കും. ഒപ്പം തന്നെ മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഇന്ത്യ എത്തുമെന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ DGMO ചർച്ചയിൽ കാര്യമായ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും, നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇതിനുശേഷം 2:30 ഈ സേനാ വിഭാഗങ്ങളുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ DGMO ചർച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ആ നടപടികളൊക്കെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യും. അത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യും. അത് കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും നിലവിലിപ്പോൾ സംയുക്ത സേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി. അജിത് ഡോവൽ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും അതേസമയം മറ്റ് കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ IPL മത്സരങ്ങളടക്കം ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതടക്കം പുനഃക്രമീകരിക്കുന്നതിന്റെ ആലോചന തകൃതിയായി നടക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഈ മത്സരക്രമങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് BCCIയുടെ ഭാഗത്തുനിന്നും. ഇതിന് കായിക മന്ത്രാലയത്തിൽ നിന്നൊരു പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം ഇതിനൊരു അനുമതി നൽകിയിട്ടുണ്ട്. അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷം മത്സരങ്ങളാകാം. നേരത്തെ ഏതെങ്കിലും തരത്തിൽ മത്സരങ്ങൾ നടന്നാൽ അവിടെ രക്തപ്പുഴ ഒഴുകുന്നടക്കമുള്ള ഒരു പ്രസ്താവന പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ മത്സരങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് അതിനൊപ്പം BCCI ഉണ്ടാകുമെന്ന് അറിയിക്കുകയും രാജീവ് ശുക്ല തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ ഇന്നലെ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലൊക്കെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തി. ദക്ഷിണേന്ത്യയിൽ 3 വേദികളിലായി മത്സരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതേസമയം പഞ്ചാബിൽ ഇന്ന് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലും ഒക്കെ തന്നെ ഇനിയും സ്കൂളുകൾ പ്രവർത്തന സജ്ജമാകാൻ അത് കൂടുതൽ സമയമെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി വിമാനത്താവളങ്ങൾ, 24ഓളം വിമാനത്താവളങ്ങൾ ഇതിന്റെ ഭാഗമായി അടച്ചിരുന്നു. ഈ വിമാനത്താവളങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കും. അതിൽ ഇന്നത്തെ DGMO തല ചർച്ചകൾക്ക് ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപർണ, അതായത് മിഥുനി പറയുന്ന പോലെ തന്നെ ഇനി അത് ഏത് തരത്തിലേക്കാണ് വിമാനത്താവളങ്ങൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം അതിർത്തിയിൽ ഇപ്പോഴും സുരക്ഷ കർശനമാക്കി
അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ടേക്ക് ഇന്ത്യ പോയിട്ടില്ല. ജമ്മു കാശ്മീരിലൊക്കെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പരിപൂർണമായിട്ട് ശാന്തമാകുന്നു അതിർത്തി സംസ്ഥാനങ്ങൾ എന്നൊരു വിലയിരുത്തലുണ്ടോ രാജ്യത്തിന്? ഇന്നലെ രാത്രി മുതൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം പൂഞ്ച്, കുപ്വാര, ഒപ്പം ബരാമുള്ള അടക്കമുള്ള മേഖലകളിലും ഒപ്പം തന്നെ കാർഗിൽ അടക്കമുള്ള മേഖലകൾ, രാജസ്ഥാനിലെ ബാർമർ അടക്കമുള്ള മേഖലകളിലും ഒക്കെ തന്നെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമാണ് ഇന്നലെ രാത്രി മുതൽ കാണാൻ സാധിക്കുന്നത്. കാരണം മെനഞ്ഞാന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദേശം 10:30 ശേഷം പിന്നീട് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. കശ്മീരിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ഒരു സാധാരണ നിലയിലേക്ക് വീണ്ടും ജമ്മു കാശ്മീർ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ എങ്കിൽ പോലും തന്നെ നിലവിലെ സേനാ വിന്യാസം, അതിർത്തിയിൽ തുടരുന്ന സേനാ വിന്യാസം അത് പിൻവലിക്കേണ്ടതില്ല, ഇപ്പോൾ ഉടനടി പിൻവലിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് സംയുക്ത സേന ഉള്ളത്. കാരണം നിലവിൽ ഒരു തരത്തിലുള്ള ത്രട്ടനിങ് ഇല്ല എങ്കിൽ പോലും തന്നെ ആശങ്കയുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും പ്രകോപനം ഉണ്ടായാൽ അതിന് നേരിടാൻ സേന സജ്ജമാകണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ നൽകിയിട്ടുള്ള ആ ഒരു സജ്ജീകരണം, സേനാ വിഭാഗങ്ങളുടെ വിന്യാസം അവയെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും. ഒരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഉയർത്തിരിഞ്ഞാൽ മാത്രം പിന്നീട് ഈ പ്രതിരോധ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആലോചന ഉണ്ടാകൂ, ഒരു പുനർചിന്തന ഉണ്ടാകൂ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. ഏതെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതിനെ അതേ രീതിയിൽ, അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നിലവിൽ അവസാനിച്ചിട്ടില്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയതാണ്. അതിപ്പോഴും തുടരുന്നു, അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചകൾ നിർണായകമാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്, പാകിസ്ഥാൻ എന്ത് നിലപാടാണ് അറിയിക്കാൻ പോകുന്നത്, ഏത് തരത്തിലാണെങ്കിലും നയതന്ത്ര നടപടികൾ അതിൽ ഏതെങ്കിലും ഒരു തിരുത്തൽ വരുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? പാകിസ്ഥാൻ നടത്തിയ ഭീകരവാദ പ്രവർത്തനത്തിന് കൊടുത്ത പ്രോത്സാഹനം അത് കൂടുതൽ ലോക സമൂഹങ്ങളിൽ എത്തിക്കാൻ, അത് വ്യക്തമാക്കാൻ ഇന്ത്യ തെളിവുകളോടുകൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിലൊക്കെ പാക് പ്രധാനപ്പെട്ട അധികൃതർ പങ്കെടുത്തതടക്കമുള്ള തെളിവുകളൊക്കെ ഇന്ത്യ പുറത്തുവിടുന്ന ഒരു സമയമൊക്കെയാണ്. ആ തരത്തിൽ കൂടി ഒരു നീക്കം പാരലായി ഇന്ത്യ നടത്തുന്നു ഈ സമയത്ത്. അങ്ങനെ കൂടെ വേണ്ടേ മനസ്സിലാക്കാൻ? അപർണ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇന്ത്യ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കൊല്ലപ്പെട്ടവരിലുള്ള 14 പേരുടെ ഒരു മൃതദേഹം അത് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൽ പാകിസ്ഥാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഇന്ത്യ തന്നെയായിരുന്നു ആദ്യം പുറത്തുവിടുകയും ചെയ്ത് അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ത്യക്ക് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ബഹാൽപൂരിലെ മുരിദ്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, ഒപ്പം തന്നെ മേജർ ജനറൽ റാവു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാ അംഗം ഉസ്മാൻ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി ഇത്തരത്തിൽ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു പേരുവിവരങ്ങളിൽ വ്യക്തമാക്കുകയും